ഐയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഐയും അതേപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ ഒക്കെ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ ആദ്യം റീഡ്രോ ചെയ്യണം, അതായത് നമ്മൾ ഇത് പകർത്തി വരയ്ക്കണം, എന്നിട്ട് എ ആൻഡ് ബി എന്ന് പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ എന്നുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് എന്റെ മക്കൾ പഠിച്ചു വെക്കുക. അത് അറിയില്ല എന്നാണെങ്കിൽ നമ്മളെ ലൈവ് ക്ലാസ് കാണാൻ, ലൈവിൽ മിസ് പറഞ്ഞിരുന്നുണ്ടാകും എങ്ങനെയാണ് ഈ ഐയുടെ ഡയഗ്രം കൃത്യമായിട്ട് വരയ്ക്കേണ്ടതെന്ന്. ഇവിടെ നമുക്ക് എയും ബിയും ലേബൽ ചെയ്യാനുള്ളതാണ്. അപ്പൊ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് നമ്മുടെ സീലിയറി മസിൽസ് ആണ്. ഓക്കെ, ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ആണ്, ബ്ലൈൻഡ് സ്പോട്ട്. ഓക്കെ, അപ്പൊ ബി നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു ആണ്. അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ പാർട്ട് എ റെഗുലേറ്റ് ദ കർവേച്ചർ ഓഫ് ലെൻസ് വെൻ ലുക്കിംഗ് അറ്റ് നിയർ ബൈ ഒബ്ജക്ട്? അപ്പൊ എ എന്ന് പറഞ്ഞാൽ സീലിയറി മസിൽസ് ആണല്ലോ. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ എങ്ങനെയാണ് ഈ സീലിയറി മസിൽ അഡ്ജസ്റ്റ് ആവുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ലിഗമെന്റ്സ് എന്തായിരിക്കും? റിലാക്സ്ഡ് ആയിരിക്കും. സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ടാകും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? when looking at nearby object, ciliary muscles contract, ligaments loose ആവും, curvature of lens കൂടും. നേരെ ഓപ്പോസിറ്റ് ആണ് ദൂരെയുള്ള വസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാവുക. അപ്പൊ ഐയുടെ ഡയഗ്രം ഇതുപോലെ കോപ്പി ചെയ്ത് വരച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. ഓക്കെ അല്ലേ?